بسم الله الرحمن الرحيم وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. ബഹുമാനരായ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് ആജ്ഞാനുവർത്തികളായി ജീവിതാന്ത്യം വരെ ഈമാനും തഖ്വയും നിലനിർത്തി അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുവാൻ പരമാവധി യത്നിക്കണം, പരിശ്രമിക്കണം എന്ന് സ്വന്തത്തോടും അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരം ഭാഗ്യശാലികളിൽ, മുത്തക്കികളിൽ, വിശിഷ്യ മുവഹ്ഹിദുകളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും വളരെ കുറഞ്ഞ കാലയളവും അവധിയുമാണ് അള്ളാഹു ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. ആ നിശ്ചയം പൂർത്തിയാവുന്ന മുറക്ക് ഓരോ ആളുകളും ഇവിടം ഒഴിഞ്ഞു കൊടുക്കുകയും പുതിയ ആളുകൾക്ക് വേണ്ടി വഴിമാറുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു ചര്യയായി, ഒരു നടപടിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് ആദിമ മനുഷ്യൻ മുതൽ അവിടുന്ന് അങ്ങോട്ട് കൃത്യമായി വളരെ ക്രിയാത്മകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയായിട്ട് ഇതിനെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇത്തരം കാലയളവിൽ അള്ളാഹു ഓരോ ദാസനും നിശ്ചയിച്ചിരിക്കുന്ന സമയം അത് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആത്മനിർവൃതിയും സന്തോഷവും ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താല്പര്യമാണ്. ആ താല്പര്യത്തിലേക്ക് വഴിവീശിക്കൊണ്ടാണ്, വെളിച്ചം നൽകിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ഒക്കെ നമ്മൾ ബോധ്യപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഖുർആൻ നമ്മളോട് ആണയിട്ട് പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള താല്പര്യം എന്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളതാണ്. മറ്റൊരാളുടെയും തൃപ്തിയല്ല, ഭൗതിക ലോകത്ത് ആരുടെയെങ്കിലും തൃപ്തിയോ ഏതെങ്കിലും ആളുകളുടെ പൊരുത്തമോ അല്ല. അതിന്റെ അപ്പുറത്ത് എന്റെ റിളവാൻ, അതാർക്ക് സ്വന്തമാക്കാൻ കഴിയുന്നുവോ അവരാണ് ഏറ്റവും വലിയ വിജയികളെന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട താല്പര്യവും ചിന്തയും എന്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നിട്ടുള്ള പാപങ്ങൾ പുറത്തു കിട്ടണം. ആ പാപങ്ങൾ പുറത്തു കിട്ടുന്നതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും അതുവഴി നാളെ പരലോകത്ത് അവന്റെ സ്വർഗം സ്വന്തമാക്കുവാൻ കഴിയുകയും ചെയ്യുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കണം ഓരോ സെക്കൻഡിലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അഥവാ പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള വിശ്വസിച്ച ആളുകൾ അവർക്ക് അല്ലാഹു വാക്തത്വം നൽകുകയാണ്. എന്താണ് ആ വാക്തത്വം? ജന്നത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി നദികളും ആരാമങ്ങളും ഒഴുകുന്ന ആ സ്വർഗത്തെ കുറിച്ചാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരായിരിക്കും, എന്നൊന്നും നിലനിൽക്കുന്നവരായിരിക്കും, പിന്നെ അവർക്ക് പുറത്തു പോരേണ്ടി വരികയില്ല. വമസാകിന ത്വയ്യിബത്തൻ, അതാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള പാർപ്പിടം. വീണ്ടും അല്ലാഹു പറയുന്നു, ഫീ ജന്നാത്തി അദ്നിൻ, അത് ശാശ്വതത്വത്തിന്റെ സ്വർഗമാണ്. വറദ്വാനും മിനല്ലാഹി അക്ബർ, പിന്നെ തുടർന്ന് അല്ലാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഏറ്റവും വലിയത് അള്ളാഹുവിന്റെ പ്രീതിയാണ്. ഏറ്റവും വലുതായി നമുക്ക് കിട്ടേണ്ടത് അള്ളാഹുവിന്റെ പ്രീതിയാണ്. ദാലിക ഹുവൽ ഫൗസുൽ അലീം, ഇതാണ് മഹത്തായ ഭാഗ്യം, വിജയമെന്ന് ഖുർആൻ അതിന്റെ അവസാനത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ
ഇത്തരത്തിലുള്ള ധാരാളക്കണക്കിന് ആയത്തുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. മുൻഗാമികളുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ അവർ ഈ പൊരുത്തത്തിന് വേണ്ടി പണിയെടുത്തു, ഈ പൊരുത്തത്തിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ചു. ആ പൊരുത്തം കിട്ടിയപ്പോൾ അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളൂ അൻഹും, അള്ളാഹുവിനെ അവർ ഇഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ഏതറ്റവും വരെ പോകുന്നിടത്ത് അവർ നിതാന്തമായിട്ടുള്ള സാഹസികത കാണിച്ചു. അങ്ങനെ കാണിച്ചപ്പോ അള്ളാഹു തിരിച്ചവരെയും തൃപ്തിപ്പെട്ടു എന്നുള്ളത് ഖുർആൻ നമുക്ക് പറഞ്ഞു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഓരോ ആളുകൾക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ബർക്കത്താണ്. അള്ളാഹുവിന്റെ ബർക്കത്തില്ലെങ്കിൽ, അവന്റെ തൗഫീഖില്ലെങ്കിൽ ജീവിതം അങ്ങനെ ഏതൊക്കെയോ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും, ഏതൊക്കെയോ വഴിയിലൂടെ നമ്മൾ തിരിഞ്ഞു പോകും. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ആ മാർഗത്തിൽ എത്രയോ സമയം നമുക്ക് മാറ്റിവെക്കാൻ കഴിയും, നമ്മുടെ സമ്പത്ത് നമുക്ക് ചെലവഴിക്കാൻ കഴിയും, നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് അതിനു വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ സാധിക്കും. ഇങ്ങനെ ഭാഗ്യം കിട്ടിയ ധാരാളക്കണക്കിന് ആളുകൾ മുൻഗാമികളിൽ മഹാരഥന്മാരിലൂടെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പലരെയും അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ഹദീസിന്റെ വെളിച്ചത്തിൽ പലതും നമുക്ക് വായിക്കാൻ കഴിയും. ചരിത്രത്തിന്റെ താളുകളിൽ പലതും കൊത്തിവെച്ചിട്ടുണ്ട്. ഒരു ഹദീസ് ഇങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദ അല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ, അള്ളാഹു ഒരു ദാസന് അവന്റെ ഒരു അടിമക്കൊരു ഹൈർ ഉദ്ദേശിച്ചാൽ, ഒരു നന്മ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു, അവന് പ്രവർത്തിക്കാനുള്ള വഴി തുറന്നു കൊടുക്കും, പ്രവർത്തന പന്താവ് അവന് തുറന്നു കൊടുക്കും. ഖീലാപ്പ ചോദിച്ചു, പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ കൈഫ യസ്തഅമലു, എങ്ങനെയാണ് ഒരു പ്രവർത്തന വഴി തുറന്നു കൊടുക്കുക? ഇപ്പൊ നമുക്ക് അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കാൻ, അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി, പ്രീതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ഒരാൾക്ക് ഭാഗ്യം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ ഭാഗ്യത്തിലൂടെ അള്ളാഹു ഒരു വഴി തുറന്നു കൊടുക്കും. എല്ലാവർക്കും ആ വഴി കിട്ടുകയില്ല. എങ്ങനെയാണ് പ്രവാചകരെ അങ്ങനെ ഒരു കവാടം തുറന്നു കൊടുക്കുന്നത്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന യുവഫ്ഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബലൽ മൗത്ത്, മരണത്തിന് മുമ്പ് ഒരു നല്ല പ്രവർത്തനം, ഒറ്റ പ്രവൃത്തി മതി. ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ അള്ളാഹു അവനെ തൃപ്തിപ്പെടുകയാണെങ്കിൽ സ്വർഗം കിട്ടാൻ പിന്നെ വേറൊന്നും വേണ്ട എന്ന് ഈ സഹീഹായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ ആലോചിച്ചു, ചരിത്രത്തിൽ ധാരാളക്കണക്കിന് സംഭവങ്ങൾ കാണാൻ കഴിയും. ഈ ഹദീസുമായി ചേർത്ത് വെച്ചിട്ട് ഒരു സംഭവത്തെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹിജ്റ 21-ാമത്തെ വർഷം, അഥവാ ക്രിസ്താബ്ദം 642 നടന്ന വലിയൊരു യുദ്ധമായിരുന്നു നഹാബന്ദ് യുദ്ധം എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ ഒന്നാണ് നഹാബന്ദ് യുദ്ധം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോ അന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ എന്ന് പറയുന്നത് ഒന്ന് റോമും രണ്ടാമത്തേത് പേർഷ്യയുമായിരുന്നു. റോം എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥം ലഭിച്ച ക്രിസ്തീയരായിട്ടുള്ള, വേദഗ്രന്ഥത്തിന്റെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളായിരുന്നു. എന്നാൽ പേർഷ്യ എന്ന് പറയുന്നത് ഈ മജൂസികളായിരുന്നു, അഗ്നി ആരാധകരായിരുന്നു, തീൻ ആരാധിക്കുന്നവരായിരുന്നു. ഈ രണ്ട് രാജ്യങ്ങളായിരുന്നു പ്രബലമായിട്ട് മത്സരത്തിൽ മുന്നിൽ നിന്നിരുന്നത്. അവരിടക്കിടക്ക് യുദ്ധം ചെയ്യും. ഒരു പ്രാവശ്യം റോം ജയിച്ചാൽ അടുത്ത തവണ പേർഷ്യ ജയിക്കും. വീണ്ടും റോം അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ആരാണ് ശക്തി എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇവരെ തുല്യരായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇസ്ലാം മക്കയിൽ രൂപം കൊള്ളുന്നത്, ഇസ്ലാം കടന്നു വരുന്നത്. ഈ ഇസ്ലാം വന്നതോടുകൂടി ഇവരൊക്കെ ഭയപ്പെട്ടു തുടങ്ങി. ഇസ്ലാമിനെ വല്ലാത്ത ആശങ്കയിലാണ് അവർ കണ്ടത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ അവിടേക്കൊക്കെ ഇസ്ലാമിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ കൊടുത്തയച്ചു. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാം പലയിടത്തേക്കും വ്യാപിച്ചു. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അറേബ്യക്ക് പുറത്തേക്ക് ഇസ്ലാം ആ രൂപത്തിൽ മുന്നോട്ട് പോയി പടർന്ന് പന്തലിച്ചു എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കാലത്ത് രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന രണ്ട് യുദ്ധമായിരുന്നു. ഒന്നാമത്തേത് ഖാദിസിയ യുദ്ധം. ഖാദിസിയ യുദ്ധം എന്ന് പറയുന്നത് ആ യുദ്ധം പേർഷ്യക്കാരുമായിട്ടായിരുന്നു, ഈ അഗ്നി ആരാധകരുമായിട്ടായിരുന്നു. രണ്ടാമത്തെ യുദ്ധം നഹാബന്ദ് യുദ്ധം എന്ന് പറയുന്നത് അത് ഈ പറയുന്ന വേദം കിട്ടിയ ക്രിസ്ത്യാനികളുമായിട്ടായിരുന്നു. ഒന്നാമത്തെ യുദ്ധത്തിൽ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു സർവ്വ സൈന്യാധിപനായി ആ യുദ്ധത്തെ നയിച്ചു. ആ പേർഷ്യൻ സാമ്രാജ്യം തകർന്നടിഞ്ഞു. അവരുടെ മുഴുവൻ സമ്പത്തുകളും ഇസ്ലാമിന്റെ സന്നിധാനത്തിലേക്ക് വന്നു.
അവരുടെ ചക്രവർത്തിയുടെ കിരീടമടക്കം വിലപിടിപ്പുള്ള എല്ലാം പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾ വിജയിച്ച് തിരിച്ചു വന്നു എന്നുള്ളത് ഖാദിസിയ യുദ്ധത്തിന്റെ ചരിത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഖാദിസിയയിൽ മുസ്ലിങ്ങൾ വിജയിച്ചപ്പോ ഇവിടെ ഇവരുടെ ബദ്ധവൈരികളായ ഈ റോമക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയൊരു കിബറുണ്ടായി, അവർക്ക് ചെറിയൊരു അഹങ്കാരമുണ്ടായി. നമ്മെ എപ്പോഴും തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന പേർഷ്യക്കാരെ മുസ്ലിങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇനി അതിന്റെ രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ആ മുസ്ലിങ്ങളുമായിട്ട് നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ച് നമ്മൾ ജയിച്ചാൽ ഇവിടെ ഏറ്റവും പ്രബല ശക്തികളായിട്ട് നമ്മൾ മാറുമെന്ന് ഈ പറയുന്ന റോമക്കാർക്ക് വേദം കിട്ടിയ ക്രിസ്ത്യാനികൾക്ക് തോന്നിയപ്പോ അവര് വലിയ ഒരു സൈന്യത്തെ അതിനുവേണ്ടി ഒരുക്കുകയാണ്. ഒരു വലിയ സൈന്യത്തെ ഒരുക്കി ആ സൈന്യത്തെയുമായി നഹാവന്തിലേക്ക് അവർ പുറപ്പെടുകയാണ്. ചരിത്രത്തിൽ കാണാൻ കഴിയും 100,000 ചില്ലാനം ആളുകളാണ് അവർ സൈന്യത്തിന് വേണ്ടി ഒരുക്കിയത്. ഇവർ റളിയല്ലാഹു അൻഹു ഈ വിവരം അറിഞ്ഞപ്പോ തന്റെ വിശ്വാസികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു, പുറപ്പെടണമെന്ന കാഴ്ചപ്പാട് പറഞ്ഞപ്പോ 30,000 ആളുകളാണ് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. മുസ്ലിങ്ങളെക്കാൾ വൻ ഇരട്ടി ശക്തിയാണ് ഈ നഹാബന്ദിലേക്ക് ശത്രുക്കളായിട്ടുള്ള റോമൻ സൈന്യം കടന്നു വരുന്നത്. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അതിന്റെ സർവ്വസൈന്യാധിപനായിട്ട് നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ 30,000 ആളുകൾ നഹാബന്ദിലേക്ക് പുറപ്പെടുന്നു. 100,000 ചില്ലാനം പടയാളികളാണ് ശത്രു സൈന്യത്തിൽ എല്ലാ സന്നാഹങ്ങളുമായിട്ട് കടന്നു വരുന്നത്. അങ്ങനെ യുദ്ധം ആരംഭിക്കുകയാണ്. ഇസ്ലാമിന്റെ യുദ്ധം എന്ന് പറയുന്നത് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളും ഒക്കെ നീണ്ടു നിൽക്കും. അതിന്റെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കാൻ ചില യുദ്ധങ്ങൾ പെട്ടെന്ന് അവസാനിച്ചെന്ന് വരും. യുദ്ധത്തിന്റെ രീതി എന്ന് പറയുന്നത് പകൽ സമയത്ത് യുദ്ധവും രാത്രി സമയത്ത് വിശ്രമവുമായിരുന്നു. ടെന്റുകൾ കെട്ടി ഇരു സൈന്യങ്ങളും 2 ഭാഗത്ത് ടെന്റുകൾ കെട്ടി ആ ടെന്റുകളിൽ രാത്രി വിശ്രമിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുക എന്നതാണ് യുദ്ധത്തിന്റെ രീതി. വീണ്ടും അടുത്ത ദിവസം യുദ്ധം ആരംഭിക്കും. അങ്ങനെ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ പറയുന്ന 1,00,000 ചില്ലാനം ആളുകളോട് ഈ 30,000 വരുന്ന മുസ്ലിങ്ങൾ അവരെ പരാജയത്തിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോകാൻ തുടങ്ങി. മുസ്ലിങ്ങൾക്ക് വിജയങ്ങനെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ റോമൻ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപൻ റൊക്സാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, എന്താണ് ഈ 1,00,000 ചില്ലാനം ആളുകൾ നമ്മളുണ്ടായിട്ട് എന്താണ് ഈ 30,000 വരുന്ന ചെറിയ ഒരു സൈന്യം നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ആഴ്ചകൾ പിന്നിട്ടപ്പത്തേന് നമ്മൾ എന്താണ് പരാജയത്തിലേക്ക് നീങ്ങുന്നത്? ഇതിന്റെ രഹസ്യം അന്വേഷിക്കാൻ റൊക്സാൻ ഒരു ദിവസം രാത്രി തന്റെ വലങ്കയായി മുന്നിൽ നിന്നിരുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ വലങ്കയായി നിന്നിരുന്ന ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ പാതിരാത്രിയിൽ മുസ്ലിങ്ങളുടെ ടെന്റിലേക്ക് പറഞ്ഞയച്ചു. ഇദ്ദേഹം വേഷപ്രസന്നനായി വേഷം മാറി ടെന്റിലേക്ക് പതുക്കെ ഇഴഞ്ഞു വന്ന സമയത്ത് ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് മുസ്ലിം സൈന്യത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ആ 30,000 വരുന്ന സൈന്യത്തിൽ കുറച്ചാളുകൾ കിടന്നുറങ്ങുന്നുണ്ട്. കുറച്ചാളുകൾ അവിടെ അവരുടെ ആയുധങ്ങൾ നാളത്തേക്ക് വേണ്ടി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നു. കുറച്ചാളുകൾ അവരുടെ കീറിയ പടയങ്കികൾ വസ്ത്രങ്ങൾ തുന്നിക്കൊണ്ടിരിക്കുന്നു. വേറെ ധാരാളക്കണക്കിന് ആളുകൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറെ വലിയൊരു വിഭാഗം നിന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ വന്ന ആൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇതൊക്കെ കണ്ടപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ മനസ്സ് പതുക്കെ ഇസ്ലാമിലേക്ക് മാനസികമായിട്ടൊരു താല്പര്യം, ഇസ്ലാമിലേക്കൊരു ചായ്വ് വന്നു. അതിന്റെ ഇടയിലാണ് മുസ്ലിം സൈന്യത്തിൽ ആരോ അദ്ദേഹത്തെ കണ്ടത്. പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ ടെന്റിൽ നിൽക്കുന്നു. ആരാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന ആ യുദ്ധത്തിലുണ്ടായിരുന്ന ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിന്റെ ഏറ്റവും മുന്നിൽ നടന്ന പടയാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് കുടനിരുത്തിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് താങ്കൾ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇന്നലെ വരെ നിങ്ങളുടെ ശത്രു സൈന്യത്തിന്റെ തലവൻ. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കൊടുത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോ ഈ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് താങ്കൾ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ തലവൻ നേതാവ് റൊക്സാൻ പറഞ്ഞയച്ചത് നിങ്ങളുടെ രഹസ്യം ചോർത്താൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ സമയത്ത് പക്ഷെ ഞാനിവിടെ എത്തിയപ്പോ മാനസികമായിട്ട് നിങ്ങളോട് എനിക്കൊരു താല്പര്യം കടന്നു വന്നു. ഇസ്ലാമും അതിന്റെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ സാഹസികതയും നിങ്ങളുടെ ത്യാഗവും കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു വല്ലാത്ത സന്തോഷമായി. അദ്ദേഹം
അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഈ പാതിരാത്രിയിൽ അദ്ദേഹം ആലോചിച്ചത് എന്താണ്? ഈ സഹാബി വര്യന്മാർ എല്ലാവരും രാത്രി കിടന്നുറങ്ങണം. അവരുടെ ടെന്റിലേക്ക് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ടെന്റിലാണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയാണ്. നാളെ ശത്രുക്കളുടെ മുമ്പിലേക്ക് വരുമ്പോ അവിടെ ഏറ്റുമുട്ടാനുള്ള ഊർജം സംഭരിക്കുകയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്ക് കാണാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഈമാനാണ്, നിങ്ങളുടെ വിശ്വാസമാണ്. അതുകൊണ്ട് നിങ്ങളിലേക്ക് എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയുണ്ടായി. ഈ വാക്ക് കേട്ടപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഇത് കേട്ട മാത്രയിൽ ഈ ജോർജ് എന്ന വ്യക്തി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാനിപ്പോ ഇവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചാൽ എനിക്ക് എന്താണ് കിട്ടുക? ഞാൻ ഇവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചാൽ എന്താണ് എനിക്ക് കിട്ടുക? അവിടുന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾക്ക് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റിള കിട്ടും, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും, അതിനേക്കാൾ വലുതൊന്നില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും സ്ഥാനമുള്ളവൻ താങ്കളായിരിക്കും. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം. നമ്മൾ ആലോചിച്ച് നോക്കും, ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് എനിക്ക് കൂടുതൽ സ്ഥാനം കിട്ടുന്നത്? എങ്ങനെയാണ് എനിക്ക് കൂടുതൽ ദറജ കിട്ടുന്നത്, പദവി കിട്ടുന്നത്? എങ്ങനെയാണ് ഞാൻ ഏറ്റവും വലിയ തൃപ്തിക്കുടമയാകുന്നത്? കാരണം നിങ്ങളൊക്കെ നേരത്തെ പ്രവാചകനിൽ വിശ്വസിച്ച് കാലങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച നിങ്ങൾക്കില്ലാത്ത ഒരു സ്ഥാനം ഈ സമയത്ത് ഇസ്ലാമിലേക്ക് വന്നാൽ എനിക്ക് കിട്ടുമെന്നോ? ഇതിലെന്തോ ഒരു വൈരുദ്ധ്യമില്ലേ? ഈ സമയത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാം ദീനിലേക്ക് വന്നത് പ്രവാചകനെ നേരിട്ട് കണ്ടിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട് അവിടെ നിന്നെല്ലാം അനുഭവിച്ചിട്ട് വന്നവരാണ്. താങ്കൾ അങ്ങനെയല്ല, ഇതൊന്നും കാണാതെ പെട്ടെന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇതിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് താങ്കൾക്കാണ് സ്ഥാനമെന്ന് പറഞ്ഞു. ഖാലിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാള് നമ്മുടെ ദീനിലേക്ക് കടന്നു വന്നാൽ, ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അയാളെ കുറിച്ച് നമ്മൾ എന്താ പറയാ? അയാളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാം, അദ്ദേഹം ഒരു പുതുമുസ്ലിമാണ്, അദ്ദേഹം ഇതിലേക്ക് കൂടിയവനാണ് എന്നൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ സംസാരിക്കുക. അത് എത്ര കാലം നിലനിൽക്കും? അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ മക്കളും അവരുടെ മക്കളും തലമുറകൾ കഴിഞ്ഞാലും അവർ അഡ്രസ് ചെയ്യപ്പെടുന്നത് പുതുമുസ്ലിങ്ങളാണ് എന്ന പേരിലാണ്. എങ്കിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, താങ്കളായിരിക്കും അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും സ്ഥാനമുള്ളവൻ, മാനമുള്ളവൻ, പ്രീതി കിട്ടിയവൻ എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. ആ പറയുന്നതിന്റെ ഇടയിൽ സുബഹി നമസ്കാരത്തിന്റെ സമയമായി. ആരോ അതിൽ നിന്ന് എഴുന്നേറ്റ് ഒരു സഹാബി അവിടുന്ന് ബാങ്ക് വിളിക്കുകയാണ്. ബാങ്ക് വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും ഉണർന്നു. അവരൊക്കെ ഉണർന്ന് എല്ലാവരും ഉണർന്നെടുത്ത് ഏതാനും സമയം കഴിഞ്ഞപ്പോഴത്തേനും നമസ്കാരത്തിന് വേണ്ടി സ്വപ്പ് കെട്ടുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നമസ്കാരം കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് സംസാരിക്കാം. ഈ നമസ്കാരത്തിന്റെ സമയത്ത് അദ്ദേഹം ഇതൊക്കെ വീക്ഷിക്കുകയാണ്. നമസ്കാരാനന്തരം വീണ്ടും അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരം തുടങ്ങി. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴത്തേന് അള്ളാഹുവിന്റെ തൗഫീഖ് ഈ വ്യക്തിയിലേക്ക് പെയ്തിറങ്ങി. അദ്ദേഹം ഖാലിദ് റളിയല്ലാഹുവിന്റെ വലത് കൈ പിടിച്ചിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ സമയത്ത് ഖാലിദ് റളിയല്ലാഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. വല്ലാത്തൊരു ആത്മനിർവൃതിയുടെ നിമിഷം. ചരിത്രം പറയുന്നു, ഏതാനും സമയം കഴിഞ്ഞ് മുസ്ലിങ്ങൾ യുദ്ധക്കണ്ടിലേക്ക് പുറപ്പെടുമ്പോ ആ കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ മുന്നിലാണിപ്പോ ഈ പറയുന്ന ജോർജ് എന്ന വ്യക്തി നിൽക്കുന്നത്. ഇന്നലെ വരെ ശത്രു സൈന്യത്തിന്റെ കൂടെ നിന്ന ആള് ഇന്ന് മുസ്ലിം സൈന്യത്തിന്റെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ യുദ്ധം ആരംഭിച്ച് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പത്തേന് ശത്രുക്കളുടെ വെട്ടേറ്റ് കുത്തേറ്റ് ഇന്നലെ വരെ ആരുടെ കൂടെ നിന്നോ അവരുടെ വെട്ടുകുത്തുമേറ്റ് ഇദ്ദേഹം നഹാവന്തിന്റെ അടർക്കളത്തിൽ രക്തസാക്ഷിയായിട്ട് വീഴുകയാണ്. ചരിത്രത്തിൽ കാണാൻ കഴിയും, അന്ന് യുദ്ധം കഴിഞ്ഞ് വൈകുന്നേരം സമയത്ത് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്തമാനമുണ്ട് ചരിത്രത്തിൽ. എന്താ പറഞ്ഞ വർത്തമാനം? അല്ലയോ ജോർജ്, താങ്കളെക്കാൾ ഭാഗ്യമുള്ള മറ്റൊരാള് എന്ന് ഞങ്ങളുടെ കൂട്ടത്തിലില്ല. താങ്കളെക്കാൾ അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ച മറ്റൊരാൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് അള്ളാഹുവിന്റെ തൃപ്തി താങ്കൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. താങ്കൾ അള്ളാഹുവിന് മുമ്പിൽ ഒരു സുജൂദ് പോലും ചെയ്യാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് ഇത്രമാത്രം വലിയ ഭാഗ്യത്തിന്റെ ഉടമയായി മാറിയല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അടുത്ത ഒരു നമസ്കാരം നിർവഹിക്കേണ്ടത് സുബഹി നമസ്കാര ശേഷമാണ് അദ്ദേഹം മുസ്ലിമായത്. അടുത്തൊരു നമസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ അത് ലൊഹറാകുമായിരുന്നു. പക്ഷെ ആ ലൊഹറിന്റെ മുമ്പ് അദ്ദേഹം രക്തസാക്ഷിയായി. ഖാലിദ് റളിയല്ലാഹു അൻഹു നിറകണ്ണുകളോടെ അദ്ദേഹത്തെ യാത്രയാക്കുമ്പോ ഖബറിലേക്ക് വെക്കുമ്പോ പറഞ്ഞത്, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ
ഭാഗ്യം കിട്ടിയ മറ്റൊരാൾ ഈ 30,000 ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരുമില്ല. നമ്മൾ ആലോചിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്യം, ആ ഹദീസ് എത്ര അന്വർത്ഥമാണ്. ഇത് ഏതെങ്കിലും ഒരാൾക്കൊരു ഖൈർ അല്ലാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അവനെ പ്രവർത്തന വഴിയിലേക്ക് അങ്ങോട്ട് അഴിച്ചുവിടും, അങ്ങോട്ട് തുറന്നു കൊടുക്കും വഴി. എന്നിട്ട് ആ മനുഷ്യൻ മരണത്തിന് മുമ്പ് ഒറ്റ കർമ്മം, ഒറ്റ സ്വാലിഹായ കർമ്മം മതി. നമ്മൾ ആലോചിക്കുമ്പോൾ അള്ളാന്റെ തൃപ്തി കിട്ടിയാൽ സ്വർഗം കിട്ടാൻ ഒറ്റ കർമ്മം മതി, വേറെ അതിന്റെ അപ്പുറത്ത് വേറൊന്നും വേണ്ടതില്ല എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയായിരുന്നു മുൻഗാമികളൊക്കെ തന്നെയും മുന്നോട്ട് പോയത്. ചരിത്രത്തിൽ ധാരാളക്കണക്കിന് സംഭവങ്ങൾ ഇവിടെയൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. നോക്കൂ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സഹാബി അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളം ചെലവഴിച്ച ആളാണ്. ഇസ്ലാമിന്റെ സന്നിധാനത്തിലേക്ക് വന്ന ആദ്യകാല മുസ്ലിങ്ങളിൽ ഒന്നാമനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പലപ്പോഴും ഇസ്ലാമിന് വേണ്ടി ദഅവത്ത് നടത്തി, എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സൂറത്തുർ റഹ്മാൻ രഹസ്യ പ്രബോധന കാലത്താണ് ഇറങ്ങിയത്. രഹസ്യ പ്രബോധന കാലത്ത് സൂറത്തുർ റഹ്മാൻ ഇറങ്ങി. ഈ സമയത്ത് അദ്ദേഹം ശത്രുപാളയത്തിൽ പോയിട്ട്, ശത്രുക്കൾ നിൽക്കുന്ന ഒരു മാർക്കറ്റിന്റെ ഭാഗത്ത് പോയിട്ട് ഈ സൂറത്തുർ റഹ്മാൻ മനോഹരമായിട്ട് പാരായണം ചെയ്തു. അതിന്റെ പകുതിയായപ്പോഴത്തേന് ശത്രുക്കൾ ചാടി എണീറ്റ് അദ്ദേഹത്തെ ശക്തമായിട്ട് ഉപദ്രവിച്ച് മർദ്ദിച്ച് ശരീരത്തിൽ മുഴുവൻ മുറിവുകൾ ഉണ്ടാക്കി, ബോധം വരെ നഷ്ടപ്പെട്ടു. അങ്ങനെ ബോധമൊക്കെ തെളിഞ്ഞ് അദ്ദേഹം ഈ മുറിവുകളുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ അബ്ദുള്ള, എന്താണ് ഈ ശരീരത്തിൽ കാണുന്ന മുറിവുകൾ? എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഈ സൂറത്തുർ റഹ്മാൻ അവരുടെ മുമ്പിൽ, ശത്രുക്കളുടെ മുമ്പിൽ ഓതിക്കൊടുത്തു. അപ്പത്തേനും അവരെന്നെ ഉപദ്രവിച്ചു, അടിച്ചു വീഴ്ത്തി, പിന്നെ ചെയ്തതാണ് ഇതൊക്കെ. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുള്ള, എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം നിർവഹിച്ചത്? ഈ കൃത്യം നിർവഹിക്കാൻ കുറച്ചുകൂടി സമയം താങ്കൾക്ക് കാത്തിരിക്കാമായിരുന്നല്ലോ. നമ്മുടെ അന്തരീക്ഷവും ചുറ്റുപാടും ഇനിയും കുറച്ചുകൂടിയൊക്കെ അനുകൂലമാവാനുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഇത് വേണ്ടായിരുന്നു. ഈ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാ, പ്രവാചകരെ, നിങ്ങൾ ഇപ്പൊ അനുവദിച്ചാൽ ബാക്കി വരുന്ന ഈ സൂറത്തിന്റെ പകുതി കൂടി ഞാൻ ഇപ്പൊ പോയിട്ട് ഓതിയിട്ട് വരാം എന്ന് പറയാൻ മാത്രം ഈമാനും ഈ ഭക്തിയുമുള്ള ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, തബൂക്ക് യുദ്ധം നടക്കുന്ന സമയത്ത്, തബൂക്കിന്റെ ആ സന്ദർഭത്തിൽ ഞാൻ ഇങ്ങനെ രാത്രി എന്റെ ടെന്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഉറക്കം വരുന്നില്ല. ഉറക്കം വരാത്തതിന്റെ കാരണം, നാളെയുടെ പ്രഭാതത്തിൽ ആ യുദ്ധത്തിൽ ശത്രുക്കളോട് ഏറ്റുമുട്ടുമ്പോ ഞാനെങ്ങാനും മരണപ്പെട്ടാൽ എന്റെ പരലോകം എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് ഞാൻ ഭയപ്പെട്ടു. ആ ഭയപ്പെട്ടപ്പോ എനിക്ക് ഉറക്കം വരാതെ രാത്രി ഞാൻ ആ ടെന്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞത്, കുറച്ചു ദൂരെയതാ ഒരു വെളിച്ചം കാണുന്നു. തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ ഞാനായിരുന്നു, പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സൈന്യങ്ങളൊക്കെ നിൽക്കുന്നതിന്റെ കുറച്ചപ്പുറത്ത് ദൂരെയായിട്ട് ഞാനൊരു വെളിച്ചം കാണുകയാണ്. ആ വെളിച്ചത്തെ അന്വേഷിച്ച് ഞാനിങ്ങനെ അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടുത്തിരിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരൊരു കബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ലഹദ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ലഹദ് എന്നാണ് ഹദീസുകളിലൊക്കെ ഖബറിനെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെ മാന്തിയിട്ട് അതിങ്ങനെ കുഴിച്ചിട്ട് അതിലേക്ക് മയ്യത്തെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ അടുത്ത് ഞാനും പോയി നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഈ കൃത്യം പൂർത്തീകരിച്ച് ആ ഖബറിന്റെ പണി പൂർത്തിയായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ആ ഖബറിന്റെ ജോലി പൂർത്തിയായിട്ടുണ്ട്, അതുകൊണ്ട് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ആ മയ്യത്ത് നിങ്ങൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവരുവിൻ, എന്റെ അടുത്തേക്ക് നിങ്ങൾ അത് എത്തിക്കുമെന്ന് പറഞ്ഞപ്പോ ആ ഖബറിന്റെ അടുത്തേക്ക് ഈ മരിച്ചു കിടക്കുന്ന സഹാബിയുടെ മയ്യത്ത് കൊണ്ടുവരികയാണ്. ഈ കൊണ്ടുവന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തലയിലുണ്ടായിരുന്ന തട്ടം അടിക്കുകയാണ്. ആ ഷാള് നിലത്ത് വിരിച്ചിട്ട് ആ സഹാബിയെ അതിൽ പൊതിഞ്ഞിട്ട് 3 ആളുകളിൽ ഒരാളായിട്ട് പ്രവാചകൻ ആ ഖബറിലേക്ക് ആ സഹാബിയെ ഇറക്കി വെക്കുകയാണ്. ആരാണ് ആ സഹാബി എന്നറിയുമോ? ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ദുൽബിജാദൈൻ, അബ്ദുല്ലാഹി അൽ മുസ്നി എന്ന് പറയുന്ന ദുൽബിജാദൈൻ എന്ന് പറയുന്ന സഹാബി വര്യൻ അന്ന് ആ തബൂക്കിന്റെ യുദ്ധത്തിൽ ആ പകൽ സമയത്ത് രക്തസാക്ഷിയായി.
അദ്ദേഹത്തിന്റെ മയ്യത്ത് ആ ഷാളിൽ പൊതിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിലേക്ക് ഇറങ്ങി നിന്നു. അത് 3 ആളുകളാണ് പിടിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചിട്ട് ആ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി ഖദ് അംസൈതു റാളിയൻ അൻഹു. അല്ലാഹുവേ, ഞാന് ഈ രാത്രി ഈ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ, എന്റെ സഹാബിയെ ഞാൻ നിന്നിലേക്ക് യാത്രയാക്കുമ്പോ പടച്ചവനെ, ഞാൻ പൂർണ്ണ തൃപ്തിയോടുകൂടിയാണ് ഞാൻ അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. പരിപൂർണമായിട്ട് തൃപ്തിപ്പെട്ടിട്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് പടച്ചവനെ, ഒറ്റ കാര്യമാണ് എനിക്ക് നിന്നോട് പ്രാർത്ഥിക്കാനുള്ളത്. അല്ലാഹുമ്മ ഫറല്ല അൻഹു. പടച്ചവനെ, നീയും അദ്ദേഹത്തെ തൃപ്തിപ്പെടുമാറാകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തെ ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്. ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നെ പറയുകയാണ്, യാ ലൈതനി കുൻതു സാഹിബൽ ഹഫ്റ. ഞാൻ വല്ലാതെ ചിന്തിച്ചുപോയി, ഈ ഖബറിലേക്ക് ഇറക്കി വെച്ചത് ഞാനായില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചുപോയി എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നെ പറഞ്ഞതായിട്ട് ഹദീസ് നമുക്ക് വായിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? മറ്റൊന്നുകൊണ്ടല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 100% ആ തൃപ്തിയോടുകൂടി അദ്ദേഹത്തിന് യാത്രയാവാൻ കഴിഞ്ഞപ്പോ അത് ഞാനായില്ലല്ലോ എന്ന് ഈ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന സഹാബി വര്യൻ ആഗ്രഹിച്ചു പോയി, കൊതിച്ചുപോയി എന്നുള്ളത് ഈ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചതിന്റെ രക്തചുരുക്കം എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തമാണ്, അവന്റെ കൃപയാണ്, അവന്റെ തൃപ്തിയാണ്. അതാണ് റിളവാനുൽ അക്ബർ എന്ന് ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. ആ തൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ തന്നെയും ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായി മാറും. ഭാഗ്യം സൃഷ്ടിച്ചവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ, അതോടൊപ്പം അതിനുവേണ്ടി അവിടെ എത്തിപ്പെടാനുള്ള പ്രാർത്ഥനകളൊക്കെ നിരന്തരമായിട്ട് നമ്മൾ നിർവഹിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ എത്തിപ്പിടിച്ചിടത്തേക്ക് അത്രയൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു പരിധി വരെയൊക്കെ കുറച്ച് ദൂരത്താണെങ്കിലും അവരുടെയൊക്കെ പിന്നിൽ നമുക്ക് അണിനിരക്കാൻ സാധിക്കും എന്ന ചിന്തയായിരിക്കണം എല്ലാ സമയത്തും നമുക്ക് ഉണ്ടാവേണ്ടത്. മുൻഗാമികളൊക്കെ അങ്ങനെ ആലോചിച്ചവരായിരുന്നു, അങ്ങനെ ചിന്തിച്ചവരായിരുന്നു എന്ന തിരിച്ചറിവിലൂടെ നമ്മൾ പോകുമ്പോൾ അവിടേക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, അവന്റെ നിഅമത്ത് കടന്നു വരും. ആ രൂപത്തിൽ മുൻഗാമികൾക്കൊക്കെ കിട്ടിയ പൊരുത്തവും അവർക്കൊക്കെ കിട്ടിയ പ്രീതിയും നേടിയെടുക്കുവാൻ നമ്മൾ നിരന്തരമായിട്ട് പ്രയത്നിക്കുക, അധ്വാനിക്കുക. അള്ളാഹു തരം ഭാഗ്യശാലികളിൽ, മുത്തഖികളിൽ, മുവഹ്ഹിദുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു തഖ്വയുള്ളവരാവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതം എന്ന് പറയുന്ന ഈ പ്രയാണം ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലക്ഷ്യമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഈ നിശ്ചയം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ രൂപത്തിൽ അതിനെ ക്രമീകരിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് മനസ്സിന് കുളിർമയും ആനന്ദവും അതോടൊപ്പം തന്നെ മാനസികമായിട്ട് ഇത്തരം വിഷയങ്ങളോടൊക്കെ താല്പര്യവും ഉണ്ടാകുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളിൽ 23 വർഷക്കാലത്തെ പ്രയത്നത്തിലും അവിടുത്തെ നബുവത്തിന്റെ ഓരോ സഞ്ചാരത്തിലും ഉണ്ടാക്കിയെടുത്തത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ചിന്തയും ഈമാനികമായിട്ടുള്ള നമ്മുടെ മനസ്സിന്റെ പരിശ്രമങ്ങളുമൊക്കെ എല്ലാ നിലക്കും എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ടോ അവിടെയൊക്കെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവായിരിക്കണം. ആ രൂപത്തിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒക്കെ നല്ല രൂപത്തിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെയൊക്കെ നമുക്ക് അനുഭവങ്ങളും ആ നിലക്കുള്ള അറിവുകളും ഒക്കെ നമുക്ക് പകർന്നു തരുന്നത്. അത്തരത്തിലൊക്കെ ചിന്തിച്ച് ആ രൂപത്തിലൊക്കെ ആലോചിച്ച് ജീവിതത്തെ നമ്മൾ ധാരാളമായിട്ട് നമ്മുടെ അമലുകൾ, നമ്മുടെ കർമ്മങ്ങളൊക്കെ ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വെള്ളിയാഴ്ചയിലും നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ നേരത്തെ പള്ളികളിലേക്ക് വന്ന് ധാരാളം ഖുർആൻ ഓതി അള്ളാഹുവോട് പ്രാർത്ഥിച്ച് ദിക്റുകളും ദുആകളും ഒക്കെ ഉരുവിട്ട്
സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത് അടുത്തൊരു വെള്ളിയാഴ്ച വരെയുള്ള ഒരു വെളിച്ചമായിട്ട് ഈ പാരായണവും ഇത്തരത്തിലുള്ള നമ്മുടെ ബന്ധങ്ങളുമൊക്കെ അള്ളാഹു മാറ്റും എന്ന തിരിച്ചറിവിലൂടെയാണ് നമ്മൾ പോകുന്നത്. ധാരാളം ഉപദേശങ്ങളും വിജ്ഞാനങ്ങളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രൂപത്തിലാക്കിയിട്ട് ജീവിതത്തെ പരമാവധി വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്. ആ നിലത്തിൽ ചിന്തിച്ചാലോചിച്ച് മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു പെരുമാറാവട്ടെ. ഈ പള്ളിയിലേക്ക് ഇതുപോലെ വരാൻ കഴിയാത്ത ധാരാളക്കണക്കിന് ആളുകൾ, പ്രായാധിക്യം കൊണ്ട് വീടുകളിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പള്ളിയിലേക്ക് വന്നിരുന്നവർ ഇപ്പൊ ചിലർക്കൊക്കെ വരാനും പ്രയാസങ്ങളുണ്ട്. പലരും അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, ആരോഗ്യം നൽകുമാറാവട്ടെ. അവർ വന്ന ആ നിയ്യത്ത്, വന്നപ്പോൾ ഉണ്ടായിരുന്ന നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും വരാത്ത ആളുകൾക്കും ആ വരുന്നവരുടെ പ്രതിഫലം അള്ളാഹു നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ കൂടുതൽ നന്മകളിലൂടെ അള്ളാഹുലേക്ക് മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആരോഗ്യവും ആഫിയത്തും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ ഉമ്മത്തിൽ പലയിടത്തും, വിശിഷ്യ ലബനാനിലും അതിനേക്കാൾ അപ്പുറം ഫലസ്തീനിലുമൊക്കെ ദുരിതങ്ങൾ കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർക്കെല്ലാം അള്ളാഹു എല്ലാവിധ പിന്തുണയും സഹായവും അള്ളാഹു നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اشفي مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.